ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവന്റെ വീട്ടിൽ പൂജ നടക്കുകയാണ്. അവിടേക്ക് ജീവന്റെ ചില ബന്ധുക്കാരൊക്കെ വന്നു. എന്നാൽ അവർ സംസാരിക്കുന്നത് നിത്യയോടാണ്. അതിലൊരു പയ്യന് കൂടിയുണ്ട്. നിത്യയോട് ആ പയ്യൻ സംസാരിക്കുന്നത് കേട്ട് ജീവൻ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ദേഷ്യത്തോടെയാണ് ആ പയ്യനെ നോക്കുന്നത്. അന്ന് കല്യാണത്തിന് വന്നതായിരുന്നു. അന്ന് കണ്ടപ്പോൾ ഓർമ്മയൊന്നും കാണില്ല എന്ന് ആ പയ്യൻ ചോദിച്ചപ്പോൾ ഇത് കേട്ട് വന്ന ജീവൻ പറയുന്നു, അങ്ങനെ ഓർത്തു വെക്കാൻ മാത്രം നിനക്കെന്തെങ്കിലും പ്രത്യേകതയുണ്ടോടാ? ജീവന്റെ ആ വരവും ആ പറച്ചിലും ഒക്കെ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എനിക്ക് പ്രത്യേകതയൊന്നുമല്ല, എനിക്ക് മാത്രമല്ല വിവാഹ മണ്ഡപത്തിൽ മറ്റാരെക്കാളും പ്രത്യേകത നിനക്കാണല്ലോ, അത് നീ കൊണ്ടുപോയില്ലേ. അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു. വീണ്ടും പൂജ തുടർന്നു. അപ്പോഴേക്കും അവിടെ സാറയും സാറയുടെ വീട്ടിൽ വന്ന കസിൻസും വരുന്നുണ്ട്. ഇതും ജീവൻ കാണുന്നു. സാറയോടൊപ്പം സാറയുടെ കസിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജീവൻ പുറത്തേക്ക് പോയിട്ട്, എങ്ങോട്ടാ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജീവൻ സാറയോട് ചോദിച്ചപ്പോൾ സാറ പറയുന്നു, ഇവിടെ ഒരു വൃത്തികെട്ടവന്റെ മനസ്സ് നന്നാവാൻ വേണ്ടി എന്തൊക്കെയോ പൂജ നടക്കുന്നു എന്നറിഞ്ഞു. അത് കാണാനുള്ള രസം കൊണ്ട് വന്നതാ. അതിന് ഇവന്മാരെ കൂട്ടി വന്നതെന്തിനാ? ഇറങ്ങി പോവാൻ പറ, എനിക്ക് ജീവൻ പറയുന്നു. അതെന്ത് മര്യാദ എന്ന് സാറ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു, നീ ഏതാടി? ഇതിലെ പെണ്ണുങ്ങൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നീ പങ്കെടുക്കുന്നതോ നിന്റെ അച്ഛൻ പങ്കെടുക്കുന്നതോ എന്നൊക്കെ സാറ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് സുജാത വരുന്നു. അല്ല, പെണ്ണുങ്ങൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് സുജാത ആൻറ്റി പറയട്ടെ എന്ന് സാറ പറഞ്ഞപ്പോൾ, എന്താ മോളെ എന്ന് സുജാത ചോദിക്കുന്നു. ആൻറ്റി, ഇതെൻ്റെ കസിനാണ് മനു, ഇതവൻ്റെ ഫ്രണ്ടാണ്. ഇവരിന്ന് രാവിലെ വന്നതാണ്. ഞാൻ പൂജയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി വന്നു. പിന്നെ ഇവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒരു കൗതുകം. ജീവൻ പറയുന്നു, പെണ്ണുങ്ങൾക്ക് മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ എന്ന്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുജാത പറയുന്നു, ആര് പറഞ്ഞു? ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാലോ, മനസ്സോടെ ആയിരിക്കണം എന്ന് മാത്രം. മക്കള് വാ എന്ന് പറഞ്ഞ് സുജാത അകത്തേക്ക് പോകുന്നു. രണ്ടുപേരും അകത്തേക്ക് കയറിയപ്പോൾ സാറ ജീവനോട് പറയുന്നു, സത്യത്തിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നെ പോലൊരുത്തൻ പിറന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പരിഹാര പൂജ ചെയ്യേണ്ടത്. പൊടിയെന്ന ദേഷ്യത്തോടെ ജീവൻ സാറയോട് പറയുന്നു. അങ്ങനെ സാറ അകത്തേക്ക് പോവുകയാണ്. ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ് ജീവൻ. എല്ലാവരും പൂജയിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ഇതേസമയം വീണയുടെ വീട്ടിൽ വീണ ഡ്രസ്സ് മടക്കി വെക്കുകയായിരുന്നു. അവിടേക്ക് ഹരി വരുന്നുണ്ട്. വീണേ, നീ ദേഷ്യപ്പെടില്ലെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പാടത്തെ പണിക്കാരും അമ്മാവൻ്റെ വേണ്ടപ്പെട്ട ചില ആൾക്കാരൊക്കെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മാവൻ്റെ ആഗ്രഹമാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഹരിയോട് സംസാരിക്കുകയാണ് വീണ. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നമ്മുടെ വീട്ടിൽ അത്രയും ആളുകൾ വരുമ്പോൾ ഒന്ന് താടി ഇറങ്ങി വന്നാൽ മതി എന്ന് ഹരി പറഞ്ഞപ്പോൾ വീണ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നു, ഞാൻ വെറുതെ വന്നാൽ എങ്ങനെയാ? ഒരു താലം എടുത്ത് എല്ലാവരെയും അകത്തേക്ക് സ്വീകരിക്കട്ടെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് എന്നെ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാനൊന്നും നിൽക്കണ്ട. താലി കഴുത്തിൽ വീണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെയും വല്ല കോപ്രായങ്ങളൊക്കെ കാണിച്ചില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഈ വീട്ടിലെ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പോൾ എന്നേക്കാൾ കൂടുതൽ നാണം കിടുന്നത് നിന്റെ അച്ഛനാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നു, ഇങ്ങനത്തെ കണക്കുകളൊന്നും പറയാതിരിക്കെ. എല്ലാവർക്കും ഉണ്ട് കുറെ ത്യാഗത്തിന്റെ കഥകൾ. തെരുവ് പെണ്ണുങ്ങൾ പ്രസവിക്കും, അവരുടെ കുഞ്ഞുങ്ങളും വളരുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പറച്ചിൽ കേട്ടാ തോന്നും കൊട്ടാരക്കെട്ടിലെ രാജകുമാരിയെ പോലെ വളർത്തിയതാണെന്ന്. എനിക്ക് പ്രത്യേകതകളൊന്നും തോന്നില്ലെന്ന് അച്ഛനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആര് വന്നാലും ഞാൻ ഇവിടെ നിന്നിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്ന് പോയി തരാമോ എന്നൊക്കെ വീണ പറയുന്നു. സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോകുന്നു. ഹരി പോയപ്പോൾ വാതിൽ അടച്ച് കുറ്റിയിടുകയാണ് വീണ. ദേഷ്യത്തോടെ വീണ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു. ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ശേഷം പൂജയ്ക്കിടയിൽ സാറ നിത്യയ്ക്ക് വന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് മനു, പിന്നെ മനുവിൻ്റെ ഫ്രണ്ടിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ജ്യോതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജ്യോതി മുകളിലാണെന്ന് നിത്യ പറയുന്നു. ഇതൊക്കെ ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറയുടെ ബോറടി മാറിക്കിട്ടുമല്ലോ എന്ന് നിത്യ പറഞ്ഞപ്പോൾ സാറ പറയുന്നു, അതെ, എൻ്റെ ബോറടി മാറിക്കിട്ടും. വേറെ ആർക്കെങ്കിലും ഇതുകൊണ്ട് അസ്വസ്ഥമാവുമെന്ന് എനിക്കറിയില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ശരവണനെ വിളിച്ച് ജീവൻ അപ്പുറത്തേക്ക് പോകുന്നു. തിരുമേനി പൂജ തുടരുന്നു. കുറച്ച് രാഗികളുമായിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് ശരവണൻ. ജീവൻ നിത്യയോട് പറയുന്നു, നിത്യ, താനിത് ഇവിടെയുള്ള എല്ലാ പുരുഷന്മാരുടെയും കയ്യിൽ കെട്ടിക്കൊടുക്കണം. എന്താ ഇത് എന്ന് നിത്യ ചോദിക്കുന്നു. ഇത് പൂജയുടെ ഒരു ചടങ്ങാണെന്ന് ജീവൻ പറയുന്നുണ്ട്. എന്നിട്ട് തിരുമേനി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിത്യ. ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ തിരുമേനി കൃത്യമായി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ പൂജ ചെയ്യുമ്പോൾ ഈ ചടങ്ങ് ഉള്ളതാണ്, വേറൊന്നുമല്ല. അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നല്ലോ, അങ്ങനെയാണിതൊക്കെ. താൻ ഇതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നും ജീവൻ പറയുന്നു. ആക്ച്വലി ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ന് സാറ.
സാർ അതിനിടയിൽ ശരവണൻ പറയുന്നു, ഇങ്ങനെയൊക്കെ ചടങ്ങുണ്ട്, ഞാൻ എത്ര നാളായി ഇത് കണ്ടിരിക്കുന്നോ, ഇവിടുത്തെ ചടങ്ങാണെങ്കിൽ ചെയ്തല്ലേ പറ്റൂ എന്ന് നിത്യയും. അങ്ങനെ ജീവൻ പറഞ്ഞതിനനുസരിച്ച് എല്ലാവരുടെ കയ്യിലും നിത്യ രാഖി കെട്ടിക്കൊടുക്കുന്നു. ഇതെന്താ ഈ ചടങ്ങൊക്കെ, രാഖി കെട്ടലൊക്കെ എന്നൊക്കെ വന്നവർ ചോദിച്ചപ്പോൾ അയാളുടെ ഭർത്താവ് പറയുന്നുണ്ട്, നമ്മൾ എന്ത് പറയാനാ, അവരുടെ വീട്ടിലെ ചടങ്ങിന് വന്നു, അവർ പറയുന്നത് അനുസരിക്കുന്നു, അത്ര തന്നെ. സാറയുടെ വീട്ടിൽ വന്നവർക്ക് മാത്രമല്ല, സുജാതയുടെ ബന്ധുക്കാർ വന്നപ്പോൾ അതിലും ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യന്റെ കയ്യിലും ഇത് കെട്ടുകയാണ്. അതിനിടയിൽ ഒരു സ്ത്രീ പറയുന്നു, ഇവന് ഭാര്യ വല്ല സംശയമുണ്ടോ എന്ന്. നീ മിണ്ടാതിരിക്കെ, വെറുതെ എന്തിനാ ഓരോന്ന് തുടങ്ങി വെക്കുന്നത് എന്ന് ആ സ്ത്രീയുടെ ഭർത്താവും പറയുന്നു. അങ്കിളിന് ഉണ്ടോ മോളെ എന്ന് ഒരാൾ ചോദിക്കുന്നു. ഇറുക്ക് എല്ലാ ആമ്പിളങ്ങൾക്കും ഇറുക്ക് എന്ന് ശരവണനും പറയുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും രാഖി കെട്ടി കൊടുത്തിരിക്കുകയാണ് നിത്യ. കാലം മാറും തോറും ആചാരങ്ങൾ മാറിയതാ. ഇവിടെ ഇതിനു മുമ്പ് എത്രയോ പൂജയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരവണൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നിനക്കും ഉണ്ടെന്ന്. എനിക്കും ഉണ്ടോ എന്ന് സന്തോഷത്തോടെ ശരവണൻ ചോദിക്കുന്നുണ്ട്. മോനെ, നിനക്കല്ല ഇത് ആദ്യം കെട്ടേണ്ടത്, സകല ഐശ്വര്യങ്ങളും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവൻ നിത്യയെ കൊണ്ട് ശരവണൻ്റെ കയ്യിലും ആ രാഖി കെട്ടിക്കൊടുത്തു. രാഖി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ എല്ലാവർക്കും സഹോദരിയാണെന്ന് ജീവൻ നിത്യയോട് മാത്രമായി പറയുന്നു. ഇതേസമയം ഹരിയുടെ വീട്ടിൽ അവരുടെ ചില ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ്. അമ്മാവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവരൊക്കെ വന്നു. അതിൽ 2-3 പേര് വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഇതൊക്കെ എന്ന് ഹരി ചോദിക്കുന്നു. എന്തായാലും കല്യാണത്തിന് വിളിക്കുമ്പോൾ ഹരിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് ഹരിക്ക് കൊടുത്തത്. അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് ഹരി. അമ്മാവനും വരുന്നവരേക്ക് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരാൾ പറയുന്നു, എന്നാലും രാമകൃഷ്ണേട്ടാ, ഈ കല്യാണം കുറച്ച് കടുപ്പമായി പോയി. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹരി ഇപ്പോൾ വേണുവിനെ ചതിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തെ കരുതിയതാണോ? പറയുന്നത് പരദൂഷണമല്ലല്ലോ, സത്യമല്ല എന്ന് മറ്റൊരാളും പറയുന്നു. വേണുവിൻ്റെ അച്ഛൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ്. ഇതൊക്കെ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ചീത്തപ്പേരുണ്ടാവുമായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇതൊന്നും സംസാരിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് അമ്മാവൻ പറയുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിങ്ങളൊക്കെ കല്യാണം വിളിക്കാതിരുന്നപ്പോൾ നിങ്ങളൊക്കെ ഒട്ടുകൂടിയില്ലല്ലോ എന്നൊരു സങ്കടം. എന്തായാലും ഭക്ഷണം കഴിഞ്ഞ് പിരിയുന്നതിനിടയിൽ ഈ കല്യാണത്തെക്കുറിച്ചോ വേണുവിനെക്കുറിച്ചോ ഒരു സംസാരവും വേണ്ട, വാ നിങ്ങൾ അകത്തേക്ക് വാ എന്നൊക്കെ അമ്മാവൻ പറയുന്നു. അവിടേക്ക് വേണു വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ചർച്ചയ്ക്ക് ഞാൻ ഒഴിവാക്കാം അമ്മാവാ. ഇവിടെ ഒരു വിരുന്ന് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് പങ്കെടുക്കാതിരിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നി. എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണ വിരുന്നല്ലേ, അത് മാത്രമല്ല പെങ്ങളെ പെണ്ണാക്കിയവൻ്റെ വിരുന്നല്ലേ എന്നൊക്കെ വേണു ഹരിയെ നാണകെടുത്തി സംസാരിക്കുകയാണ്. മോനെ വേണു എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ വേണ്ട, ഇറങ്ങിപ്പോകണമെന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിലും ഇവിടെ കയറി പാർക്കാൻ വന്നതല്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വിരുന്ന് നടത്തുന്നവരെ എനിക്കൊന്ന് കാണണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അമ്മാവനും മോനും കൂടി വന്ന നാണക്കേട് തീർക്കുമല്ലേ. ഈ നാട് മുഴുവനും എന്നെയും എൻ്റെ കുടുംബത്തെയും കൂകി വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാരണമാ. അതിനെന്ത് പരിഹാരമാ കണ്ടിട്ടുള്ളത്? അല്ല, പറയാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്ന് നിന്നിട്ട് എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ നടത്തിയാലോ എന്ന് സംഭവിക്കും. നാണം കെട്ടവൻ. വേണു, നീ അമ്മാവനെ ഒന്നും പറയണ്ട എന്ന് ഹരി. പിന്നെ ആരെയാടാ ഞാൻ പറയേണ്ടത്? നിന്നെ പോലെ തന്നെ പറഞ്ഞാലേ എൻ്റെ നാവ് തന്നെ പൊഴുത്തു പോകും. എനിക്ക് പറയാനുള്ളത് ഇങ്ങേരോട് തന്നെയാ. സ്വന്തം മോളെ വിൽപ്പന ചരക്കാക്കി നാടകം കളിച്ച ഇയാളോട് എന്നെ വേണു പറയുന്നു. അവിടേക്ക് വേണുവിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നു, എടാ വേണു, നീ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ വേണുവിനെ വിളിക്കുകയാണ് അമ്മ. അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്തിനാണെന്നാ ചോദിച്ചത് എന്നൊക്കെ വേണു അമ്മയോട് ചോദിക്കുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അച്ഛൻ്റെ അടുത്ത് സരസ് ചേച്ചിയും ഭർത്താവും ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വേണുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് അമ്മ. എന്നാൽ വേണു പോകുന്നില്ല. അമ്മ പോയിക്കോ, ഞാൻ ഈ വിരുന്ന് കഴിഞ്ഞിട്ട് വരാം, നിന്നോട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും അമ്മ വേണുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു. എടാ ഹരി, എൻ്റെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന കാരണം എന്താണെന്നറിയോ? ഇനി നിന്നെപ്പോലെ ഒരാളോട് ഒരു വാക്കുപോലും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ ഹരി എന്നൊക്കെ പറഞ്ഞ് വേണുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അമ്മ. അമ്മയാണെങ്കിൽ സങ്കടത്തോടെ ഹരിയെ നോക്കുന്നു. വേണു പോകാൻ നേരത്തെ ഇടാ മോനെ നിൽക്കടാ എന്ന് പിറകിൽ നിന്ന് അമ്മ വിളിക്കുന്നു. വേണു പറയുന്നു, ഇത്രയെങ്കിലും ചെയ്യണ്ടേ അമ്മേ? ആരോട്? ഹരിയോടോ? അവൻ്റെ മുഖത്ത് നോക്കി അരുതാത്തത് വല്ലതും പറഞ്ഞാലേ ദൈവശാപം കിട്ടും നിനക്ക് എന്ന് അമ്മ പറഞ്ഞപ്പോൾ വേണു വീണ്ടും ചോദിക്കുന്നു, കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലേ എന്ന്. എന്ത് മതിയായെന്നാ നീ പറയുന്നത്? അവന് നിന്നെ പോലെ എൻ്റെ അമ്മയെന്നാ വിളിക്കുന്നത്. അവൻ ഈ കല്യാണം കഴിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് അവൻ്റെ മനസ്സിൽ നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അവൻ്റെ മനസ്സിൻ്റെ വലുപ്പം എന്താണെന്ന് നിനക്കറിയാമോടാ എന്ന് പറഞ്ഞ് അമ്മ ഹരി പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണുവിനോട് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വേണു. നിന്റെ മുന്നിൽ അവൻ നിന്ന് ഉരുകുകയായിരുന്നു, പക്ഷേ അതൊക്കെ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നും വേണുവിൻ്റെ അമ്മ പറയുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം വേണു ഒന്നുകൂടി ഹരിയുടെ മുന്നിലേക്ക് വരുന്നു. വളരെ സങ്കടത്തോടെ ഹരിയെ നോക്കുകയാണ് വേണു.
വേണു വീണ്ടും അവിടേക്ക് കയറി വന്നിട്ട് വളരെ സങ്കടത്തോടെ ഹരിയെ നോക്കുകയാണ്. എന്നിട്ട് വേണു ഹരിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് എല്ലാവരും. ഇപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത്. അമ്മാവനും സന്തോഷമാകുന്നു. അമ്മ പറഞ്ഞപ്പോഴല്ലേടാ എനിക്കെല്ലാം മനസ്സിലായത്. എന്നോട് നിനക്കൊന്ന് പറയാറുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് എന്ത് ആപത്ത് വന്നാലും എൻ്റെ ജീവൻ തന്ന് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് ഒരു 100 തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ ജീവനാണ് ഞാൻ തന്നത്, അല്ലാതെ നിന്നെ ചതിക്കാനും വെറുക്കാനും എനിക്ക് പറ്റുമോ എന്ന് ഹരി ചോദിക്കുന്നു. മാപ്പ്, ഇനി അതല്ലാതെ ഞാൻ എന്ത് പറയണം എന്നൊക്കെ വേണു പറയുകയാണ് ഹരിയോട്. നമ്മളെന്നും ചങ്ങാതിമാരായി നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഞാനുണ്ട് നിന്റെ കൂടെ. നിന്നോട് ആര് ചോദിച്ചാലും മറുപടി പറയാൻ ഞാനുണ്ട് എന്നും വേണു പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.